സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും എഴുത്തച്ഛൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഹരിനാമ കീർത്തന പഠനം നമ്മൾക്ക് ആരംഭിക്കാം. അക്ഷരമാലയിലെ ഷ എന്ന അക്ഷരം കൊണ്ടാണ് അദ്ദേഹം ഇനിയും നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. എന്തെന്ന് നമുക്ക് നോക്കാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമം. ഭഗവാനെ, എല്ലാറ്റിലും അഹമേവ വിഷ്ണു എന്ന് അറിയുവാൻ എനിക്ക് ഇടയുണ്ടാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു മുമ്പുള്ള ശ്ലോകങ്ങളിൽ. എല്ലാ ലോകവും സർവവ്യാപിയായി അങ്ങിരിക്കുന്നു. അങ്ങയുടെ ഭുവനമാണ് ഈ ലോകം, അതിലൊരു അണു മാത്രമാണ് ഞാൻ. ഭഗവാനെ എന്ന ആ ഒരു ഓർമ്മ എപ്പോഴും എൻ്റെ ബുദ്ധിയിലുണ്ടായിരിക്കണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു. പിന്നെ അങ്ങയുടെ മായ കൊണ്ടാണ് ഇവയൊക്കെ അങ്ങ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മായാശക്തിയെ ആവരണമെന്നും വിക്ഷേപമെന്നും ഒക്കെ വിളിക്കുന്നു ശാസ്ത്രം. ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ ഈ ഉലകത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ഇനിയും ദുഃഖിപ്പിക്കാതെ അങ്ങ് രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഭഗവാന്റെ കണ്ണുകളെക്കുറിച്ചും ഭഗവാന്റെ മുഖത്തിനെക്കുറിച്ചും ഭഗവാന്റെ വയറിനെക്കുറിച്ചും എല്ലാ അവയവങ്ങളെക്കുറിച്ചും ഇവിടെ വർണ്ണിച്ചതിന് ശേഷം ഇതെല്ലാം അല്ലേ ഭഗവാന്റെ ലോകമാണ് എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് 59 ശ്ലോകം മുതൽ കാണാം. ഭക്തിക്കു തക്ക വഴി യുദ്ധം ഭജിപ്പതിനു ഭക്തിം വിദേഹി ദൃഢവിശ്വാസമോടുമധ. ഭക്ത്യാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിനു അയക്കുന്നതെന്നു ഹരിനാരായണായ നമ. ശക്തിക്കു തക്ക വഴി യുദ്ധം ഭജിപ്പതിനു ഭക്തിം വിദേഹി ദൃഢവിശ്വാസമോടുമധ. ഭക്ത്യാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിനയക്കുന്നതെന്നു ഹരി നാരായണായ നമം. ശക്തിക്കു തക്ക വഴി യുദ്ധം ഭജിപ്പതിനു ഭക്തിം വിദേഹി ദൃഢവിശ്വാസമോടുമധ. ഭക്ത്യാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിനയക്കുന്നതെന്തു ഹരി നാരായണായ നമം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ശക്തിക്കു തക്ക വഴി യുദ്ധം ഭജിപ്പതിനു, കഴിവും യോഗ്യതയും അനുസരിച്ച്, അതാണ് ശക്തിക്കു തക്ക വഴി. യുദ്ധം ഭജിപ്പതിന്, ഇങ്ങനെ അങ്ങയെ ഭജിക്കുന്നതിന് ഭക്തിം വിദേഹി, ഭക്തി നൽകണമേ.
ദൃഢവിശ്വാസമോടുമത, ഉറച്ച വിശ്വാസത്തോടു കൂടിയ ഭക്തി. ശക്തിക്കു തക്ക വഴി യുദ്ധം ഭജിപ്പതിനു ഭക്തിം വിദേഹി ദൃഢ വിശ്വാസമോടുമത. ഭക്ത്യാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിനും അയക്കുന്നതെന്ന്, ഭക്തിയോടെ അങ്ങയുടെ തൃപ്പാദങ്ങൾ സ്പർശിക്കുന്നതിന് അയക്കുന്നതെന്ന് അനുവദിക്കണമേ. അല്ലയോ ഹരേ നാരായണ എന്നതാണ് ഇവിടെ ഈ പദ്യത്തിൽ എഴുത്തച്ഛൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഭക്ത്യാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിനയക്കുന്നതെന്തു ഹരി നാരായണായ നമഃ. ഭക്തിയും ജ്ഞാനവും വിരക്തിയും ഇവയൊക്കെ സ്വാധീനത്തിലാക്കിയ ജീവൻ മുക്തനായ ആചാര്യൻ ഭക്തിയുടെ ഉത്തമമായ ആ ഉന്മാദ ലഹരി കൊണ്ട് ഇവിടെ നമ്മളെയും ആ എഴുത്തച്ഛൻ്റെ അവസ്ഥയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. ആ ശുദ്ധമായ ജ്ഞാന സാക്ഷാത്കാരം കൊണ്ട് എഴുത്തച്ഛൻ പാടിയിരിക്കുകയാണ് ഈ ശ്ലോകങ്ങളെല്ലാം അല്ലേ. നമ്മൾക്കും ആ ഭഗവാന്റെ പാദം അദ്ദേഹം നമ്മളെയും വലിച്ച് നമ്മുടെ കൈ ഭഗവാന്റെ പാദത്തിൽ പിടിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത് അല്ലേ. അവനവൻ്റെ കഴിവും സാഹചര്യവും അനുസരിച്ചാണ് നമ്മളുടെയൊക്കെ ഉപാസനാ രീതികൾ. ആ ഉപാസനാ രീതി പരമാത്മ ധ്യാനമോ മറ്റു പല യോഗങ്ങളോ എന്തിൻ്റെ അടിസ്ഥാനത്തിലാക്കിയാണെങ്കിലും നമുക്ക് എന്തായിരിക്കണം? ഭക്തി ഉണ്ടായിരിക്കണം. ഭക്തിയാവുന്ന നില, ആ ഫൗണ്ടേഷൻ ഉറച്ചാൽ നമ്മൾക്ക് ഏതു സാധനയും കെട്ടി ഉയർത്താം എന്നിവിടെ കാട്ടിത്തരികയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. തുടക്കത്തിലൊക്കെ നമ്മൾക്ക് ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ള ഭാവമൊക്കെ വരും. എല്ലാറ്റിലും ഈശ്വരനെ കാണാനൊന്നും സാധിച്ചു എന്ന് വരില്ല. പക്ഷെ പതിയെ 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 നമ്മളെയും എഴുത്തച്ഛനോളം ഉയർത്തുകയാണ് ചെയ്യുന്നത്. തന്നിൽ നിന്നും വേറെയാണെന്നുള്ള മട്ടിൽ ഭഗവാനെ ആദ്യം സങ്കല്പിച്ച് ഉപാസിക്കാം അല്ലെ. പല രൂപങ്ങളിൽ നമുക്ക് അർച്ചന ചെയ്യാം, പൂജകൾ ചെയ്യാം, ഭഗവാനെ അലങ്കരിക്കാം. അതൊക്കെ ഭഗവാനെ ആ അലങ്കാര രൂപിയോടുകൂടി ഉപാസിക്കാം. പക്ഷേ അവസാനം എന്താ? എന്നിൽ തന്നെ ഉണ്ട് ഈ സ്വരൂപം എന്ന് നമ്മളെ ആ ഒരു അവസാന ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് വിഗ്രഹത്തിലോ ചിത്രങ്ങളിലോ ദീപത്തിലോ പ്രതിമകളിലോ എന്തെങ്കിലും ആരാധ്യ മൂർത്തികളെ സങ്കല്പിച്ചുകൊണ്ട് ആരാധിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ തൻ്റെ ഉള്ളിലുള്ള ചൈതന്യം, ആ വിശ്വം മുഴുവൻ വ്യാപ്തമായിരിക്കുന്ന അതേ ചൈതന്യമെന്നു കരുതലാണ് മുക്തി. ആ ഒരു പ്രതീകത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഈശ്വരനെ നമ്മൾക്ക് കാട്ടിത്തരികയാണ് ഈ പദ്യങ്ങളിലൂടെ എഴുത്തച്ഛൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾക്ക് എത്തണമെങ്കിൽ, സർവ്വവ്യാപിയായ ഈശ്വരൻ എന്ന ഭാവത്തിൽ എത്തണമെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മളുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ നിഗ്രഹിച്ചുകൊണ്ട് ചിന്തയോടുകൂടി ഭഗവാനെ എപ്പോഴും സ്മരിക്കുവാൻ സാധിക്കണം. അത് പഠിപ്പിച്ചു തരികയാണ്. ആ സമ്പ്രദായമാണ് നമ്മൾക്കിവിടെ കാട്ടിത്തരുന്നത് എഴുത്തച്ഛൻ. അപ്പോൾ ഉപാസകനും ഉപാസന ശക്തിയും ഉപാസ്യരൂപവും നമുക്കൊക്കെ വ്യത്യസ്തമായിരിക്കാം. പക്ഷേ നമ്മൾ അവസാനമെത്തുന്ന ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഈ ശരീരത്തിൽ തന്നെ ദേഹി തുടരുന്നു. നമ്മൾക്ക് ഈ ദേഹ അഭിമാനം ഒട്ടെങ്കിലും അവശേഷിച്ചു കഴിഞ്ഞാൽ അതിനെ അറിയാൻ സാധിക്കില്ല. അത് മാറ്റി ഈ അല്പമെങ്കിലും അഹംബുദ്ധി ഉണ്ടെങ്കിൽ അതിനെ മാറ്റിത്തരികയാണ് ഇവിടെ എഴുത്തച്ഛൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കും മഹായോഗിയാകാൻ സാധിക്കും. ഈശ്വര സാക്ഷാത്കാരം ആരിൽ നിന്നും അന്യമായൊരു വസ്തുവല്ല. നമ്മൾ പരിശ്രമിച്ചാൽ നമ്മൾക്ക് നേടിയെടുക്കാം. അതിനാൽ ശക്തിക്കു തക്ക വഴി യുദ്ധം ഭജിപ്പതിനു ഭക്തിം വിദേഹി എന്ന് ആചാര്യൻ അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവനവൻ്റെ കഴിവിനൊത്ത ഉപാസനാ മാർഗം സ്വീകരിച്ചുകൊണ്ട് ഭഗവാനെ ഭക്തിയോടുകൂടി ഭജിക്കാം. ഏത് ഉപാസന സ്വീകരിച്ചാലും പ്രയാസമില്ല. പക്ഷേ ഭക്തി ഉണ്ടായാൽ മതി. ഭക്തിക്ക് ഈ ആധാരം നമുക്ക് വിശ്വാസമായിരിക്കട്ടെ.
അത് പതിയെ പതിയെ ദൃഢമാക്കി ഭക്തി വളർത്തി നമ്മൾക്ക് ആത്മസമർപ്പണത്തിലേക്ക് ഉയരാം എന്ന് എഴുത്തച്ഛൻ്റെ ജീവിതം കൊണ്ട് തന്നെ നമ്മൾക്ക് കാട്ടിത്തരുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ ഈ കീർത്തന നമ്മൾക്ക് സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എഴുത്തച്ഛനോടും ഭഗവാനോടും നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ശക്തിക്ക് എനിക്ക് ഒരു കഴിവുമില്ല ഭഗവാനെ, ഞാൻ വെറും നിരാലംബനാണ്. അപ്പോൾ എനിക്കാവുന്ന വിധം അല്ലേ, ഇപ്പോൾ ഒരാൾക്ക് ഒരുപാട് പൂക്കൾ വാങ്ങാൻ പണമുണ്ടാകും, ഒരാൾക്ക് ഒന്നിനും കഴിവില്ല, ഒരു വീട് പോലും ഉണ്ടായിരിക്കില്ല, അവർക്കും മുക്തരാകാം അല്ലേ. ഭഗവാന് നമ്മൾ കൊടുക്കുന്ന ധനമോ ഭഗവാന് കൊടുക്കുന്ന പല വസ്തുക്കളോ ഒന്നും ഭഗവാൻ ആവശ്യമില്ല. നമ്മളെന്താണ് പൂർണ്ണ സമർപ്പണത്തോടു കൂടി നമ്മളെ തന്നെ സമർപ്പിച്ചാൽ അതിലും വലിയൊരു ദക്ഷിണ ഭഗവാന് വേറെയില്ല. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് ഭഗവാനെ ഭജിക്കാം. ആ ഭജനത്തിലൂടെ ഭഗവാൻ ഭക്തിം വിദേഹി, ഭക്തി നമ്മൾക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. ആ ഒരു ഉറച്ച വിശ്വാസം, ഭക്തി ഭഗവാൻ തരും എന്നുള്ള ആ ഉറച്ച വിശ്വാസം നേടിയെടുക്കുവാനായി ഭഗവാന്റെ പാദങ്ങളിൽ തന്നെ നമുക്ക് ശരണാഗതരാകാം. ഒരുമിച്ച് തന്നെ എഴുത്തച്ഛൻ്റെ അനുഗ്രഹത്തോടുകൂടി ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ സജ്ജനങ്ങളായ നമുക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹത്തോടുകൂടി ഭഗവാന്റെ തൃക്കാൽക്കൽ ശരണാഗതരാകാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ശക്തിക്കു തക്ക വഴി യുദ്ധം ഭജിപ്പതിനു ഭക്തിം വിദേഹി ദൃഢവിശ്വാസമോടുമത ഭക്ത്യാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിനയക്കുന്നതെന്തു ഹരി. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി. നാരായണായ നമ. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. അക്ഷരമാലയിലെ ക്ഷ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന ശ്ലോകമാണിത്. 60ാമത്തെ ശ്ലോകം. ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാകരുതു, ചിത്താംബുജം മമ തവ സ്ഥാനരംഗമിതു, തവാസ്ഥാനരംഗമിതു. തത്രാപി നിത്യവും ഒരിക്കാലിരുന്നരുൾക, തത്ര അപി നിത്യവും ഒരിക്കാൽ ഇരുന്നരുൾക. വിഷയികവന്ദ്യ ഹരിനാരായണായ നമ. ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാകരുതു, ചിത്താംബുജം മമ തവാസ്ഥാനരംഗമിതു. തത്രാപി നിത്യവുമൊരിക്കാലിരുന്നരുൾക. വിശ്വൈകവന്ദ്യ ഹരിനാരായണായ നമ. ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാകരുതു, ചിത്താംബുജം മമ തവാസ്ഥാനരംഗമിതു. തത്രാപി നിത്യവുമൊരിക്കാൽ ഇരുന്നരുൾക. വിശ്വൈകവന്ദ്യ ഹരി നാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി. നാരായണായ നമ. ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാകരുതു. ഷഡ്വൈരികൾ 6 വൈരികൾ, കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം എന്നീ 6 ശത്രുക്കൾക്ക് വിളയാട്ടത് ആകരുത്, വിളയുവാനുള്ള അരങ്ങാകരുതേ. എവിടം? ചിത്താംബുജം മമ, എൻ്റെ ചിത്തമാകുന്ന ഈ താമരപ്പൂവ്. അതായത് വളരെ ലോലമാണ്, ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നുകൂടാം. അതാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാകരുതു,
ചിത്തത്തിലാകരുതു ചിത്താംബുജം മമ തവാസ്ഥാനരംഗമിതു. അടുത്ത വരിയിലേക്ക് പോകാം. തത്രാപി നിത്യവും ഒരിക്കൽ ഇരുന്നരുളുക. തത്രാപി അവിടെ, നിത്യവും എവിടെ, എൻ്റെ ഈ ഹൃദയത്തിൽ, ചിത്തത്തിൽ എന്താണ്, അവർക്ക് ആസ്ഥാന രംഗമാകരുത് ഈ ശത്രുക്കൾക്ക്. അവിടെ ഇനി എന്താണ് വേണ്ടത്? ഭഗവാനെ അങ്ങായിരിക്കണേ. നിത്യവും ഒരിക്കൽ ഇരുന്നരുളണമേ. ഭഗവാനെ അങ്ങ് വന്ന് ഒരിക്കൽ കുടിയിരിക്കണമേ. അത് നിത്യവും അങ്ങ് തന്നെ ഉണ്ടായിരിക്കണമേ. വിശ്വൈകവന്ദ്യ എല്ലാ ലോകങ്ങൾക്കും ആരാധ്യനായ ഭഗവാനെ അങ്ങ് കൂടെ ഉണ്ടാകണേ എൻ്റെ ഹൃദയത്തിൽ. അങ്ങുണ്ടെങ്കിൽ ഒരു ശത്രുവും അടുക്കില്ല എന്ന് പ്രാർത്ഥിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. എഴുത്തച്ഛൻ തൻ്റെ 8ാം കീർത്തനത്തിൽ ഭഗവാനെ വിളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ചിത്തത്തിൽ അച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുവാനരുളുക നാരായണായ നമ. അതും ഒരു അപേക്ഷയായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ എൻ്റെ അഹങ്കാരത്തിനെ മാറ്റി ഭഗവാൻ എൻ്റെ ചിത്തത്തിൽ കുടികൊള്ളണേ എന്നുള്ള അപേക്ഷയാണ്. അപ്പം ഭഗവാൻ ഇരിക്കാൻ ഒരുക്കിയ ആസ്ഥാന രംഗത്ത് ഈ നിസാരന്മാരും ദുഷ്ടന്മാരുമായ ഭഗവാന്റെ ശത്രുക്കളായ ചിലർ ഈ പുളച്ചു കടന്ന് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഭഗവാനെ വല്ലപ്പോഴുമെങ്കിലും ഈ ആസ്ഥാന രംഗം സന്ദർശിക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറയുകയാണ്. ഈ ആസ്ഥാന മണ്ഡപത്തിലെ രാജാവ് ഭഗവാനാണ് അല്ലേ. ഈ ഭൃത്യനാണ് വെറും ഞാൻ. പക്ഷെ എന്ത് ചെയ്തു? ഭഗവാനെ ഞാൻ കുടിയിരുത്താത്തത് കൊണ്ട് ഭഗവാന്റെ ശത്രുക്കളായ കാമക്രോധാദികൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ അങ്ങ് മടങ്ങി ഈ രാജസിംഹാസനത്തിൽ ഇരിക്കണേ എന്നുള്ള പ്രാർത്ഥനയെ നമുക്കിവിടെ കാണാം. ഈ രാജസിംഹാസനത്തിൽ തന്നെ അവിടെ കയറിയിരുന്ന് അല്ലേ, ഈ പറഞ്ഞ ഭൃത്യന്മാർ ശത്രുക്കൾ പിന്നെ എന്താണ്, അവിടെ നിന്ന് ഓടിപ്പൊക്കോളും. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നിവയെക്കുറിച്ച് നമ്മൾ 47ാമത്തെ കീർത്തനത്തിലും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവ നമ്മളുടെ ആധ്യാത്മികമായ പുരോഗതിക്ക് തടയിടുന്ന ശത്രുക്കളാണ് ഇവയെല്ലാം. ആ ശത്രുക്കളുടെ എൻ്റെ ചിത്തത്തിൽ അവർ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ഭഗവാനെ. അതുകൊണ്ട് ഭഗവാൻ ഇരുന്നാൽ ഈ ഒരുക്കിയ ആസ്ഥാന മണ്ഡപത്തിൽ എൻ്റെ താമര ഇതൾ പോലെ വളരെ ലോലമായ ഈ ഹൃദയത്തിൽ അങ്ങ് ദിവസവും അല്പനേരമെങ്കിലും എഴുന്നള്ളിയാലും കാമക്രോധാദി ശത്രുക്കൾ അങ്ങോട്ട് പിന്നെ എത്തി നോക്കുക പോലുമില്ല. അതുകൊണ്ട് വിശ്വൈക വന്ദ്യനായ നാരായണനോട് എന്നും ഒരിക്കലെങ്കിലും അവിടുത്തെ ആസ്ഥാന രംഗമായ എൻ്റെ മനസ്സിൽ സന്നിധാനം ചെയ്യണേ എന്നുള്ള അപേക്ഷയാണ് ഇവിടെ എഴുത്തച്ഛൻ നടത്തുന്നത്. നമ്മൾക്കും ആ അപേക്ഷ നടത്താം. ജീവിതത്തിൽ നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാകും. ഈ ആഗ്രഹങ്ങൾ വളരെ വളരെ ബലവത്താകുമ്പോൾ എന്താണ്, നമുക്ക് ഈ ക്രോധലോഭാദികളായ സ്വഭാവം നമുക്കുണ്ടാകും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഭഗവത് സ്മരണ അല്പമല്പമായി കുറഞ്ഞ് ഈ കാമക്രോധാദികൾ ക്രമമായി കൂടി വരും. അതുകൊണ്ട് ഭഗവാനെ ഈ ലൗകികമായ ആഗ്രഹങ്ങളെ മാറ്റി ഈ കാമക്രോധാദികളായ ശത്രുക്കളെ ഒഴിച്ച് ഭഗവാനെ എനിക്ക് അങ്ങ് കുടിയിരുത്തുവാനായി ഈശ്വര സ്മരണ കുറച്ചെങ്കിലും നിലനിർത്തുവാൻ എന്നെ സഹായിക്കണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയാണിവിടെ. ഞാൻ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഈ ശത്രുക്കൾ വളരെ പ്രബലരാണ്. അതുകൊണ്ട് അവർ വിട്ടുപോകണമെങ്കിൽ അങ്ങ് തന്നെ അവതരിച്ചാലേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ദയവായി അങ്ങ് ഒരിക്കലെങ്കിലും സന്ദർശിക്കണേ എന്ന് അല്ലേ, എൻ്റെ ഹൃദയം സന്ദർശിക്കണേ എന്നുള്ള പ്രാർത്ഥന വളരെ മനോഹരമായ വരികളിലൂടെ എഴുത്തച്ഛൻ നടത്തുകയാണ്. നമ്മൾക്കും അദ്ദേഹത്തിനോടൊപ്പം തന്നെ പ്രാർത്ഥിക്കാം. വിശ്വൈക വന്ദ്യനായ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഭഗവാനെ അങ്ങയ്ക്ക് ഞാനും ആരാധന നടത്തുന്നു. ദയവായി എൻ്റെ ആരാധന സ്വീകരിച്ചുകൊണ്ട് ഭഗവാനെ അങ്ങ് അരുളിയാലും എന്നെ രക്ഷിച്ചാലും എന്നുള്ള പ്രാർത്ഥനയാണ്.
ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാകരുതു ചിത്താംബുജം മമ തവാസ്ഥാനരംഗമിതും തത്രാപി നിത്യവുമൊരിക്കൽ ഇരുന്നരുൾക വിശ്വൈകവന്ദ്യഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. എല്ലാവർക്കും എഴുത്തച്ഛൻ്റെ ഈ ഹൃദ്യമായ ഹരിനാമ കീർത്തനത്തിൻ്റെ പൊരുൾ ഉൾക്കൊള്ളുവാൻ സാധിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് എഴുത്തച്ഛൻ്റെ തന്നെ പാദങ്ങളിൽ നമ്മൾക്ക് സമർപ്പിക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.